ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോണിക്സ് പഠിച്ചവർക്കോ അല്ലെങ്കിൽ പഠിക്കാത്തവർക്കോ തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ വീഡിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആവശ്യക്കാർക്ക് പരമാവധി പ്രയോജനപ്പെടുത്താം. കഴിഞ്ഞ തവണ നമ്മൾ ഒരു വെഹിക്കിളിനെ കുറിച്ചാണല്ലോ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ കുറെ പേര് ആവശ്യപ്പെട്ടത് കുറച്ച് കുറഞ്ഞ ചെലവിൽ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ തുടങ്ങാൻ പറ്റുന്ന എന്തെങ്കിലും വ്യവസായം അതിനെക്കുറിച്ചൊന്ന് അറിയിക്കണം. അത് കാരണം നമ്മൾ LED നിസ്സാരം എന്ന് വിചാരിക്കാൻ പറ്റില്ല. LED ബൾബ് അല്ലെങ്കിൽ LED ട്യൂബ് വളരെയധികം ആവശ്യമുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് കൂടാതെ ഇനി മഴക്കാലത്തേക്ക് വേണമെങ്കിൽ AC-ലല്ലാതെ 12 വോൾട്ട് DC ഉണ്ടാക്കുന്ന ബൾബുകളെ കുറിച്ചും ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരു ബാറ്ററി വെച്ചുകൊണ്ട് കംപ്ലീറ്റ് ലൈറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് 12 വോൾട്ട് LED എങ്ങനെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാമെന്നത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അതിന് മുമ്പായി ഒന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ മറ്റു ചാനൽ പോലെയല്ല. നിങ്ങൾക്കറിയാം, ഇലക്ട്രോണിക്സുകാരൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാവർക്കും അറിയാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും അവർക്ക് മടിയാണ്. അതുകൊണ്ട് ഇത്തരം ചാനൽ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇമ്മീഡിയറ്റ് ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പോൾ മാസം ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് ഒരു 80,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പ്രോഫിറ്റ് കിട്ടാവുന്ന ഒരു LED ബൾബ് നിർമ്മാണ യൂണിറ്റ് എങ്ങനെ തുടങ്ങാം എന്നുള്ളതും അതിന്റെ സപ്ലൈയേഴ്സും എങ്ങനെ കണ്ടുപിടിക്കാം A to Z ആണ് ഞാൻ കംപ്ലീറ്റ് വിശദീകരിച്ചു തരാം. ദിവസേന 100 LED ബൾബും 25 LED ട്യൂബും എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിന്റെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടാണ് കാണിച്ചു തരുന്നത്. ഇതിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടുത്താം. ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്നത് എത്ര എണ്ണം ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. LED ബൾബ് 100 എണ്ണം, അതുപോലെ ട്യൂബ് ലൈറ്റ് 25 എണ്ണം. അങ്ങനെ ഒരു മാസം 30 ദിവസം എടുക്കണ്ട, ഒരു 26 ദിവസം എടുക്കുകയാണെങ്കിൽ 2600 ബൾബും അതുപോലെ ട്യൂബ് ഒരു 650 പീസുമാണ് വരുന്നത്. പിന്നെ എത്ര സ്ഥലം, അതാണല്ലോ ആദ്യം വേണ്ട ഏരിയ. അപ്പോൾ ആവശ്യമായ സ്ഥലം എന്ന് പറയുന്നത് അസംബ്ലി ഏരിയ, മൊത്തം അസംബിൾ ചെയ്യാൻ വേണ്ടി പാർട്സ് ഒക്കെ വാങ്ങിയതിന് ശേഷം 400 സ്ക്വയർ ഫീറ്റ് വരും. ഇത് ഡ്രൈവർ ബോർഡ്, അതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം വാങ്ങുകയാണ്. നിങ്ങൾ ആക്ച്വലി അസംബ്ലിംഗ് ആണ് ചെയ്യുന്നത്. ഫുൾ മാനുഫാക്ചറിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇതൊക്കെ പിക്ക് ആൻഡ് പ്ലേസ് മെഷീൻസിൽ വെച്ച് ചെയ്തു വരുന്നതുകൊണ്ട് ഇത്ര ലാഭകരമായിട്ട് ഒരിക്കലും നിങ്ങൾക്ക് സോൾഡർ ചെയ്ത് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ നോട്ടീസ് പ്രിൻറ്റ് ചെയ്യുന്ന പോലെ അത്ര ഫാസ്റ്റായിട്ട് മിനിറ്റിൽ തന്നെ 50-100 എണ്ണം വീതമാണ് ഡ്രൈവർ ബോർഡും മറ്റു പാർട്സൊക്കെ അടിച്ചു വരുന്നത്. അതുകൊണ്ട് പാർട്സ് നല്ല ഒരു സപ്ലയറെ കണ്ടെത്തി വാങ്ങുക എന്നുള്ളതാണ് എല്ലാവർക്കും നല്ലത്. പൊതുവെ മിക്കവാറും കമ്പനികൾ അങ്ങനെയാണ് ചെയ്യുന്നത്. 400 സ്ക്വയർ ഫീറ്റ് വന്നു. ടെസ്റ്റിംഗ് ഏരിയ, ബൾബ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 150 സ്ക്വയർ ഫീറ്റ്. ചെറിയ റൂം. പാക്കിംഗ് ഏരിയ അത് ഒരു 150 സ്ക്വയർ ഫീറ്റ്. പിന്നെ റോ മെറ്റീരിയലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി സ്ഥലം 200 സ്ക്വയർ ഫീറ്റ്. പിന്നെ ഓഫീസിന് വേണ്ടി 100. അങ്ങനെ മൊത്തം ഒരു 900 അല്ലെങ്കിൽ 1200 സ്ക്വയർ ഫീറ്റിൻ്റെ സ്ഥലമാണ് സ്ഥലം ആവശ്യമായിട്ട് വരും. ഫാക്ടറിൻ്റെ ഒരു ഏകദേശം ഒരു സെറ്റപ്പ്. ഇനി ടൂൾസാണ് പിന്നീട് വരുന്നത്. എന്തൊക്കെയാണ് വേണ്ടത്? സോൾഡറിങ് സ്റ്റേഷൻ എന്ന് പറയും. സോൾഡറിങ് അയണല്ല, സോൾഡറിങ് സ്റ്റേഷൻ. ഇൻ്റർനെറ്റിൽ ജസ്റ്റ് സോൾഡറിങ് സ്റ്റേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ കോസ്റ്റ്, പലതരത്തിലുള്ള മെഷീൻ്റെ ഫോട്ടോസ് എല്ലാം കാണാൻ കഴിയും. ആവറേജ് ഒരു 3000 രൂപ വരും. അങ്ങനത്തെ ഒരു 4 എണ്ണം വേണം. പിന്നെ സ്ക്രൂ ഡ്രൈവർ, ഓട്ടോമാറ്റിക് മീൻസ് ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ്. സമയം ലാഭിക്കാൻ വേണ്ടി ഒരു 5000 വെച്ചാണ് 2 എണ്ണം. LED ഡ്രൈവർ ടെസ്റ്റിംഗ് മെഷീൻ, അത് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും. ഒരു 35,000 വരും. എല്ലാത്തരം LED ഡ്രൈവറും അതിനകത്ത് ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഏജിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആയുസ് ഏകദേശം എത്ര മണിക്കൂർ നിങ്ങൾ ഓരോ LED നിർമ്മിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് വിടരുത്. പരമാവധി ഒരു 3-4 മണിക്കൂറോ അത് ഓണിലിടണം. അപ്പോൾ ഒരുപാട് ബൾബ് 10-50 ബൾബ് ഒരുമിച്ച് ഓൺ ചെയ്തിടാനുള്ള ഒരു ഫെസിലിറ്റി സോക്കറ്റ്സും പ്ലഗ് സോക്കറ്റൊക്കെ വെച്ച് ചെയ്യേണ്ടതായിട്ട് വരും. മൾട്ടിമീറ്റർ, ചെറിയ കാര്യങ്ങൾ അടക്കണം. ഇപ്പം പവർ മീറ്റർ, കൺസംഷൻ വാട്ട്സൊക്കെ എത്ര വരുന്നുണ്ട്, 9 വാട്ടാണോ 10 വാട്ടാണോ 25 വാട്ടാണോ, ഇതൊക്കെ പവർ മീറ്റർ വേണം. സീലിംഗ് മെഷീൻ, ഇതിൻ്റെ B22 എന്ന് പറയുന്ന ബേസിലിരുന്ന ആ ഹോൾഡർ ഇതിനോട് ഹൗസിങ്ങിനോട് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യണം വർക്കിംഗ് കഴിഞ്ഞിട്ട്. അതിനാണ് ഈ സീലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു 6000 രൂപയോളം വരും. പിന്നെ പാക്കിംഗ് ടേബിൾ, ഫർണിച്ചറൊക്കെ കൂടി 10,000 വരും. മെഷീനറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം മുതൽ 2.5 ലക്ഷം വരെയാണ് ടോട്ടൽ വരും. ഇതിൽ കൂടാൻ വേണ്ടി കുറയാം. ഇനി വളരെയധികം കുറച്ച് നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ചെയ്യണമെങ്കിൽ ഉള്ള ഫെസിലിറ്റി വെച്ചിട്ട് ഈ പറഞ്ഞ സ്ക്വയർ ഫീറ്റ് ഒന്നും വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് കൃത്യമായി ചെയ്യാം. റോ മെറ്റീരിയൽ എന്താണെന്ന് നോക്കാൻ പോകും. ഇതാണ് ഹൗസിംഗ് എന്ന് പറയുന്ന ഭാഗം. ഇതാണ് ഡിഫ്യൂസർ. LED നേരിട്ട് കാണാതെ ഡിഫ്യൂസർ എന്ന് പറയാം. ബൾബിൻ്റെ മുൻവശത്ത് കണ്ണിലേക്ക് നേരിട്ട് ഷാർപ്പായി അടിക്കാതെ ഡിഫ്യൂസ് ചെയ്യുക, ഒന്ന് പരത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഹീറ്റ് സിങ്ക് ആണ് ഈ ഭാഗം വരുന്നത്. ഇതാണ് B22 എന്ന് പറയുന്ന ഹോൾഡർ. B22 എന്നാണ് ഇതിന് പറയുന്നത് ഈ ഹോൾഡർ ടൈപ്പ് വരുന്നത്. അത് ഡ്രൈവർ ബോർഡ് ഇതറിയാവുന്നതാണ്. ഹൗസിംഗ് ഒരു 10 രൂപ, ഡ്രൈവറിന് ഒരു 14 രൂപ വരും. MCPCB എന്ന് പറഞ്ഞാൽ LED കൂടി സോൾഡർ ചെയ്ത PCB അല്ലെങ്കിൽ LED സ്ട്രിപ്പ്, അങ്ങനെ വരും, ഒരു 16 രൂപ വരും. ഡിഫ്യൂസർ 8 രൂപ. ക്യാപ്പ് ഹോൾഡർ ഒരു 5 രൂപ. പാക്കിംഗ് ബോക്സ് ഒരു 4 രൂപ. ഏതാണ്ട് ഒരു
50 സെൻറ്റ്, ടോട്ടൽ 57 രൂപയാണ് ഏകദേശം വരുന്നത്. സെൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 75 രൂപ ടു 95. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൾബിനകത്ത് ഒരു 18 രൂപ മുതൽ 35 രൂപ വരെ പ്രോഫിറ്റ് കിട്ടും മാർക്കറ്റിൽ കൊടുക്കുന്ന സമയത്ത്. ഡയറക്റ്റ് സെല്ലാവുന്ന സമയത്ത് കുറച്ചുകൂടെ. ട്യൂബ് ലൈറ്റിൻ്റെ റോ മെറ്റീരിയൽ ഏതാണ്ട് അതുപോലെയാണ് വരുന്നത്. ബോഡി ഒരു 55 രൂപ. അങ്ങനെ മൊത്തം ഈ പാർട്സൊക്കെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഒരു 175 രൂപ. സെൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 240 മുതൽ 320 വരെ വരാം. നല്ല ഡ്രൈവർ ബോർഡും ക്വാളിറ്റി പ്രോഡക്ട്സും ഡിഫ്യൂസറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലാണ് വില കൂടുന്നത്. ഇതിൽ തന്നെ ഡിഫറൻറ്റ് ക്വാളിറ്റി, പൊതുവായിട്ട് തുടങ്ങുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ട്യൂബിനകത്ത് ഒരു 65 രൂപ മുതൽ 145 വരെ പ്രോഫിറ്റ് കിട്ടാം. ഒക്കെ ഡിപ്പെൻസ് നിങ്ങൾ വാങ്ങുന്നതിനും ചെയ്യുന്നതിനും എവിടെയൊക്കെ കുറയ്ക്കാൻ കഴിയുമോ അത്രയും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സ്ട്രക്ചർ ഹൗസിംഗ് ആണ്. ആദ്യം അത് ക്ലീൻ ചെയ്യുന്നു, PCB ഫിക്സ് ചെയ്യുന്നു, LED ഡ്രൈവർ കണക്ട് ചെയ്യുന്നു, വയർ സോൾഡർ ചെയ്യുന്നു, ഫൈനലായി ഡിഫ്യൂസർ ക്ലോസ് ചെയ്യുന്നു, പവർ ടെസ്റ്റ് ചെയ്യുന്നു, പിന്നെ ഏജിങ് ടെസ്റ്റ് ഒരു 4 മണിക്കൂർ, പാക്കിംഗ്. ഈ ഒരു 8 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടത്. കുറച്ച് ചെയ്തു വരുന്ന സമയത്ത് മനസ്സിലാവും. പ്രൊഡക്ഷൻ പ്രോസസ്സ് ട്യൂബിൻ്റെ ആണെങ്കിൽ അലുമിനിയം ബോഡി ആദ്യം PCB ഫിക്സ് ചെയ്യുന്നു, ഡ്രൈവർ വയറിംഗ്, ഡിഫ്യൂസർ ഫിക്സ് ചെയ്യുന്നു, എൻഡ് ഗ്യാപ്പ് ക്ലോസ്, 2 അറ്റത്ത് വരുന്നു ലെഫ്റ്റും റൈറ്റും, ബേൺ ടെസ്റ്റ് കത്തിച്ച് നോക്കുന്നു, പാക്കിംഗ്. മാൻ പവർ എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ ഒരു 2 ആൾ. ജസ്റ്റ് 1-2 ദിവസം ട്രെയിനിങ് കിട്ടിയാലും മതി, അല്ലെങ്കിൽ ബേസിക് കോഴ്സ് മതി ഇതിനൊക്കെ പഠിക്കാൻ. ഇലക്ട്രോണിക്സിൻ്റെ അത് മാത്രം ഒരു 5 ഡേയ്സ് കോഴ്സ് കഴിഞ്ഞവർക്ക് പോലും ഇത് ചെയ്യാം. ഹെൽപ്പേഴ്സ് ഒരു 3 പേര്, പാക്കിംഗ് സ്റ്റാഫ് 1, സൂപ്പർവൈസർ 1, ടോട്ടൽ 7 ആൾ. സ്റ്റാഫിൻ്റെ എണ്ണം ഇതൊക്കെ ഡിപ്പെൻസ്, നിങ്ങൾക്ക് വാരി ചെയ്യാം, കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. ഞാനൊരു ജനറൽ ഐഡിയ പറയുന്നതേ ഉള്ളൂ. മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 25,000 വാടക, ഏറ്റവും കൂടിയാൽ അത്ര വരും. അത്രയൊന്നും വരില്ല, അതിനേക്കാൾ എത്രയും കുറച്ചേ വരും. ഞാനിവിടെ മാക്സിമം കൊടുത്തിരിക്കുക. ഇനിയിപ്പോൾ കുറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, കൂടിയാലല്ലേ കുഴപ്പം വരുന്നുള്ളൂ. സാലറി ഒരു 1,10,000 കൂട്ടിക്കോളൂ. ഇലക്ട്രിസിറ്റി ഒരു 18,000. റോ മെറ്റീരിയൽ ഒരു 2,50,000 രൂപ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു ഇത്രയും സാധനത്തിന്. പിന്നെ പല വക സാധനങ്ങളൊക്കെ, സ്ക്രൂസും അങ്ങനെ വയേഴ്സും കേബിൾസും ഒരു 20,000. ടോട്ടൽ ഒരു 4,23,000 വരും. മന്ത്ലി ഇൻകം എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2,600 × 85. ബൾബിൻ്റെ കാര്യത്തിൽ 2,21,000. ട്യൂബിൻ്റെ കാര്യത്തിൽ 650 × 280, 1,80,000. ടോട്ടൽ സെയിൽസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് 4,03,000 രൂപ വരുന്നുണ്ട് ടോട്ടൽ. ഇനി സെയിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾസെയിൽ അല്ലെങ്കിൽ ബ്രാൻഡിങ് ചെയ്യാം, നിങ്ങളെ പേരിൽ കൊടുക്കാം, ഡിസ്ട്രിബ്യൂട്ടർ സെയിൽസ് ചെയ്യാം. ഇനി മറ്റൊരു കമ്പനിക്ക് വേണ്ടി അവരുടെ പേരിൽ നിങ്ങൾ അസംബ്ലിങ് മാത്രം ചെയ്ത് അവരുടെ പേരിൽ ലേബൽ ചെയ്ത് അങ്ങനെ കൊടുക്കാം. അതൊക്കെ ഡിപ്പെൻസ്, നിങ്ങളെ മാർക്കറ്റിങ്ങിൻ്റെ ആളുടെ ഐഡിയക്ക് അനുസരിച്ചിരിക്കും. ഇലക്ട്രിക്കൽ ഷോപ്പിൽ സപ്ലൈ ചെയ്യാം. കോൺട്രാക്ടേഴ്സ്, ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സ് ഉണ്ട്. ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ വലിയ ഫ്ലാറ്റിനും മറ്റും ബൾക്ക് ഓർഡർ നിങ്ങൾക്ക് അങ്ങനെ തരാം. പിന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ വഴിയുള്ള ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യാം. ഓൺ ബ്രാൻഡ് ചെയ്തിട്ട് ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യാം. നെറ്റ്വർക്ക് ഡീലേഴ്സ് നിങ്ങൾക്കൊക്കെ ഇൻ്റർനെറ്റ് വഴി കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇനി സ്മോൾ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ 3 തരത്തിൽ നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപയ്ക്കും ഈ പറഞ്ഞ സംഭവമൊക്കെ തുടങ്ങാൻ പറ്റും. അല്ലെങ്കിൽ മീഡിയം, കുറച്ചുകൂടെ ഒരു മീഡിയം സ്കെയിലിൽ പോവുകയാണെങ്കിൽ 8 ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ വളരെ ഒരു കുറച്ച് ഹൈ ലെവൽ നന്നായിട്ട് ചെയ്യാൻ 12 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാം. ആദ്യം എപ്പോഴും ചെറിയ എമൗണ്ട് തുടങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ അതിൻ്റെ ലാഭം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 80,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ലാഭം കിട്ടാം. ഈ എല്ലാ ചിലവും കഴിച്ചതിന് ശേഷം 80,000 to 2 ലക്ഷം രൂപ വരെ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ തുടങ്ങുന്നത് അതിനനുസരിച്ച് ഇതിലും വ്യത്യാസം വരാം. എന്തായാലും ഒട്ടും ഈ കാലത്ത് എല്ലാവർക്കും ആവശ്യമുള്ള പ്രോഡക്റ്റാണ്, നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്നതാണ്. ഹൈ ടെക്നോളജി ഒന്നും വേണം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.